പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഒരു പ്രത്യേകമായ ഒരു വാചകം, റീച്ച് ദി അൺറീച്ചബിൾ, എത്തിപ്പെടാൻ ആവാത്തവരിലേക്ക് എത്തിപ്പെടുക, എത്തിപ്പെടാൻ ആവാത്തവരിലേക്ക് എത്തിച്ചേരുക. ഇതാണ്, ഈ വിഷയമാണ് ഇന്ന് നമുക്ക് പ്രത്യേകമായ ചിന്തയ്ക്ക് വിഷയീഭവിക്കുവാനുള്ളത്. ദറ്റ് ഈസ് എ ടോപ്പിക് ദറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. റീച്ച് ദി അൺറീച്ചബിൾ. ഒരിക്കലും ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ, ദ മെയിൻ സ്ട്രീം ഓഫ് ദ സൊസൈറ്റി ഓഫ് ലൈഫ്, there are several people who are pushed to the borders. ഓരങ്ങളിലേക്ക് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവരായി, അകലപ്പെട്ടവരായി, തഴയപ്പെട്ടവരായി അങ്ങനെയുമുണ്ട്. ധാരാളം കുട്ടികളെ കാണാം, മുതിർന്ന ആളുകളെ കാണാം, ധാരാളം ആളുകളെ, കുടുംബങ്ങളെ നമുക്കങ്ങനെ കാണാൻ സാധിക്കും. സൂക്ഷ്മമായി നോക്കണമെന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായും അവരിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കും? ഇൻ സർവീസ്. ഹൗ ക്യാൻ യു റീച്ച് ദം ഇൻ സർവീസ്, ഇൻ റെൻഡറിങ് സർവീസ്? സേവനം അവർക്ക് നൽകിക്കൊണ്ട് അവരിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കും? നിങ്ങളുടെ ജീവിതം എങ്ങനെ വിജയപ്രദമാക്കാം? ഇതൊരു പ്രധാന ചോദ്യമാണ്. ഹൗ ക്യാൻ ഐ മേക്ക് മൈ ലൈഫ് സക്സസ്ഫുൾ? അതൊരു ചോദ്യമാണ്. പല പ്രാവശ്യം ഇതേ സംബന്ധിച്ച് നമ്മൾ മറ്റ് ചില സന്ദർഭങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധിപ്പിച്ച് ചിന്തിച്ചു നോക്കൂ. ഹൗ ബെസ്റ്റ് യു ക്യാൻ മേക്ക് യുവർ ലൈഫ് സക്സസ്ഫുൾ, അക്സെപ്റ്റബിൾ, അപ്രീഷ്യബിൾ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരിക്കലും മുഖ്യധാരയിൽ വരാത്തവർക്ക്, പാവപ്പെട്ടവർക്ക്, പതിതർക്ക്, സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായവർക്ക്, സമ്പന്നരെങ്കിലും ഒറ്റപ്പെട്ടു പോയവർക്ക്, അവരുടെ അടുക്കിലേക്ക് നമുക്ക് എങ്ങനെ സ്വയം എത്തിപ്പെടാൻ സാധിക്കും? കൊച്ചു കൊച്ചു സേവനങ്ങൾ ചെയ്യുന്നത് വഴിയായി. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ ജീവിതം സംതൃപ്തമായി തീരുകയുള്ളൂ. ഹൗ ക്യാൻ യു മേക്ക് യുവർ ലൈഫ് സക്സസ്ഫുൾ ആൻഡ് സാറ്റിസ്ഫാക്ടറി? നിങ്ങളോട് തന്നെ നിങ്ങൾ നോക്കിക്കൊണ്ട്, ജീവിതം എത്ര സന്തോഷപ്രദമായി, സമ്പന്നമായി, ചരിതാർത്ഥമായി, സംതൃപ്തമായി എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. അതിന് ഒരൊറ്റ ഉത്തരമാണ്. എന്താണ് ആ ഉത്തരം? ഒരിക്കലും ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചിരുന്നവർ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു നിമിഷം എനിക്ക് കിട്ടുമോ എന്ന് വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരു ചെറു പുഞ്ചിരിയുമായി, ഒരു ചെറിയ സേവനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷവും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ആനന്ദവും അതുകണ്ട് നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കുമ്പോൾ, then your life becomes successful and satisfactory എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരമ്മ തൻ്റെ മകന് വിളമ്പി കൊടുക്കുകയായിരുന്നു. മകൻ അമ്മയുടെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ആസ്വദിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വഴിയോരത്തൂടെ ഒട്ടിയ വയറുമായി, മുഷിഞ്ഞ വസ്ത്രധാരണം, അങ്ങനെ ഒരു കൊച്ചുകുട്ടി കടന്നു പോകുന്നത് ആ അമ്മ കാണുന്നു.
ആ മാമ ആ മകനെ വിളിച്ചു, അവനെ കൈ കഴുകി ഈ തൻ്റെ മകനോടൊപ്പം ഇരുത്തി അവന് വയറ് നിറയെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. ഒട്ടിയ വയറുമായി കടന്നു വന്ന കുഞ്ഞ് നിറവയറുമായി സന്തോഷിച്ച് അവിടം വിട്ടു പോകുമ്പോൾ, ആ കുഞ്ഞിന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് ആ ഭക്ഷണം എത്ര ആസ്വാദ്യതയോടാണ് നുകരുന്നത്. ഒരിക്കലും രുചി നോക്കുവാൻ പോലും നിർവാഹമില്ലാതിരുന്ന ഭക്ഷണ വിഭവങ്ങൾ ആ കുഞ്ഞ് ആസ്വദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് തെളിയുന്ന പ്രകാശവും കണ്ണുകളിൽ തെളിയുന്ന ഒരു വലിയ ആനന്ദവും ആകെക്കൂടെ ഒരു വലിയ ആനന്ദത്തിൽ ആ അമ്മയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം, ആരെ ഊട്ടുമ്പോഴാണ്, ആർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തപ്പോഴാണ് ഈ അമ്മ ഏറ്റവും അധികം സന്തോഷിക്കുക? തീർച്ചയായിട്ടും പെറ്റമ്മ ആ മകന് വിളമ്പി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ ആ വിശപ്പോടുകൂടെ വന്ന കുഞ്ഞ് ആസ്വാദ്യകരമായ വിഭവങ്ങൾ നുകർന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ആ അമ്മയുടെ നിറവ് തീർച്ചയായിട്ടും അതിന് തനതായ ഒരു പ്രത്യേകതയുണ്ട്, സംശയമൊന്നുമില്ല. ആ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിൽ ഒന്നാണിത്. മകന് എന്നും അങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. സമ്പന്നതയിൽ, സംതൃപ്തിയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് തൻ്റെ മകന്, തൻ്റെ മകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക. ഒന്നുമില്ലായ്മയിൽ ഒട്ടിയ വയറോട് കൂടെ കടന്നു വന്ന കുഞ്ഞിന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്ത് തെളിയുന്ന സന്തോഷവും സംതൃപ്തിയും തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ജീവിതത്തിന് ഏറ്റവും കുളിർമ നൽകുന്നത് ഈ ഇല്ലായ്മയിലും വല്ലായ്മയിലും വിശപ്പിലും ഒക്കെയായിരുന്ന കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് ആ കുഞ്ഞിൻ്റെ സംതൃപ്തി, ആ സംതൃപ്തിയാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം. നമുക്കങ്ങനെ എത്തിപ്പെടാൻ ഒരിക്കലും കഴിയാത്തവർക്ക് വേണ്ടി നമുക്ക് കൊച്ചു കൊച്ചു സേവനങ്ങളിലൂടെ അവരിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാൻ കഴിയും? അങ്ങനെ ജീവിതത്തെ നമുക്ക് സമ്പന്നമാക്കുവാൻ തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമൊന്നുമില്ല. ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവവിശേഷമായി നമ്മൾ ഈ കാര്യം വളർത്തിയെടുക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചു കൊച്ചു കൈത്താങ്ങലുമായി നമുക്ക് ഇല്ലാത്തവരിലേക്കും പ്രയാസപ്പെടുന്നവരിലേക്കും തള്ളപ്പെട്ടവരിലേക്കും ഒറ്റപ്പെട്ടവരിലേക്കും കടന്നു ചെല്ലുവാൻ ഒരിത്തിരി സമയം നമുക്ക് വേർതിരിക്കാൻ കഴിയണം. ഒരിത്തിരി സന്തോഷം പങ്കിടുവാനുള്ള മനസ്സ് നമുക്ക് സൂക്ഷിക്കുവാൻ കഴിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ജീവിതത്തിന് ഒരു വലിയ നിറവുണ്ട്, സംശയമൊന്നുമില്ല. റീച്ച് ദി അൺറീച്ചബിൾ, എത്തിപ്പെടാൻ ആവാത്തവരിലേക്ക് എത്തിപ്പെടുക. സേവനത്തിലും ശുശ്രൂഷയിലും അതുണ്ടാക്കുന്ന സന്തോഷവും സംതൃപ്തിയും ജീവിതത്തെ ധന്യമാക്കും, സംശയമൊന്നുമില്ല. നമ്മളുടെ ജീവിതത്തിന് നിറവും സംതൃപ്തിയും അനുഭവവേദ്യമാക്കുക ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സേവനപൂർണമായ നിലപാടുകളും പ്രവർത്തന രംഗങ്ങളും പ്രവർത്തന ശൈലിയും നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ്. കുഞ്ഞുങ്ങളെ ശ്രമിക്കാം, സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാണ്.